50 മില്യൺ സബ്ബുള്ള ഒരാളാണ് കെ എൽ ബിജു. മൂപ്പര് പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് കാര്യമായിട്ട് വരുമാനമൊന്നും കിട്ടുന്നില്ല. ഇത് കളവാണോ അല്ലയോ നമുക്ക് നോക്കണ്ടേ? അത് നമുക്ക് നോക്കാം. അതിനു മുന്നേ സാധാരണയായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരാൾ പെട്ടെന്ന് പണക്കാരനായാൽ അവനെക്കുറിച്ച് പറയുന്ന കാര്യം എന്തായിരിക്കും? കള്ളക്കടത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ചാവൊക്കെ വിറ്റിട്ടായിരിക്കും അവൻ ഇത്രയും വലിയ ആളായത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. എന്തായാലും ഇത് ഓർമ്മ വന്നപ്പോൾ പറയണം എന്ന് തോന്നി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജ്വല്ലറിയിൽ നിന്ന് മോഷണം നടന്നു. ജ്വല്ലറിയിൽ മോഷണം നടന്ന സമയത്ത് പിന്നെ പോലീസുകാർക്ക് എങ്ങനെ പിടുത്തം കിട്ടുന്നില്ല. ഇത് ആരാണ് കട്ടത്? എങ്ങനെയാണ് ഇവര് പിന്നെ എവിടെയാണ് പോയത്? ഇതൊന്നും ഒരു പിടുത്തമില്ല. ജ്വല്ലറി തുറന്നിട്ടാണ് മോഷണം നടത്തിയത്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ നാട്ടില് ഒരുത്തൻ, അതുവരെ കഞ്ഞിക്ക് വകയില്ലാത്ത ഒരുത്തൻ പെട്ടെന്ന് ഇന്നോവ കാറ് വാങ്ങുന്നു. ഇന്നോവ കാറിൽ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇത് ഈ നാട്ടിലെ പോലീസുകാരൻ, അയാളുടെ നാട്ടുകാരനാണ്. അപ്പൊ പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അയാളത് അങ്ങനെ വലിയ കാര്യം എടുത്തില്ല. പക്ഷെ ഈ ജ്വല്ലറി മോഷണം നടന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ അന്വേഷണത്തിൽ മൂപ്പര് ഭാഗമായ ശേഷമാണ് മൂപ്പര് ഇത് ആലോചിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇവൻ ഇത്രയോട്ടൊന്നും എടുത്തത്? കാരണം പെട്ടെന്നൊരു ദിവസം ഇത്രയും വലിയ കാറൊക്കെ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് സംശയം ഉണ്ടാക്കുമല്ലോ ആയിരിക്കും. അപ്പൊ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് പോയപ്പോൾ സംഭവം കറക്റ്റായിരുന്നു. മൂപ്പര് ഇതിലൊരു ഭാഗമായിരുന്നു. അങ്ങനെ ആളെ പൊക്കി. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ പറയുന്നത്. അവൻ വല്ല കഞ്ചാവോ അല്ലെങ്കിൽ കൊള്ളക്കടത്ത് നടത്തിയിട്ടായിരിക്കും പണക്കാരനായിട്ടുണ്ടാവോ എന്ന് പണ്ടേ പറയുന്നുണ്ട്. പെട്ടെന്ന് പൈസ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കോട്ടിടും, കാറ് വാങ്ങിക്കും, ഇങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കും. എന്തായാലും കെ എൽ ബിജു ബ്രോന്റെ കേസിൽ മൂപ്പര് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. നല്ല രീതിയിലുള്ള അവതരണ ശൈലിയും ഒക്കെ കൊണ്ടാണ് ഇത്രയും ഹയർ ലെവലിൽ എത്തിയത്. അപ്പൊ എന്തായാലും ബിജു ബ്രോ പറഞ്ഞത് കളവാണ് സത്യമെന്ന് നോക്കാം. മൂപ്പര് കളവ് പറയാൻ സാധ്യത കുറവാണ്. എന്നാലും നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. അപ്പം ബിജു ബ്രോന്റെ ചാനൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് ഷോർട്സ് എന്നാണ്. അപ്പോൾ ഷോർട്സിൻ്റെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മില്യൺ കണക്കിന് വ്യൂസ് കാണാൻ പറ്റും. ഇതേ സമയത്ത് നമ്മൾ ലോങ് വീഡിയോ, അതായത് കുറച്ച് ഡ്യൂറേഷനുള്ള വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പരമാവധി വന്നിട്ടുള്ളത് ഒരു 3 ലക്ഷത്തിനുള്ളിലാണ്, അല്ലെങ്കിൽ 4 ലക്ഷത്തിനുള്ളിലാണ്. പിന്നെ അതിൽ കയറിയത് കുറച്ചുണ്ട്, പക്ഷെ എല്ലാ വീഡിയോസും അങ്ങനെയല്ല. അപ്പോൾ 50 മില്യൺ ഉള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 2 മില്യൺ വ്യൂസ് എങ്കിലും വരണ്ടേ? അതാണ് അതിൻ്റെ രീതി. പക്ഷേ 1 ലക്ഷം എന്ന് പറയുന്നത് വളരെ കുറവാണ് സബിനെ വെച്ച് നോക്കുന്ന സമയത്ത്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവരാണ്. 2 പേരും ആണ് മെസ്സേജ് അയച്ചത്. 2 പേരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് 1.5 ലക്ഷം വ്യൂസ് കിട്ടിയിട്ട് അവർക്ക് വന്ന റവന്യൂ എന്ന് പറയുന്നത് $2, അല്ലെങ്കിൽ $3, മാക്സിമം പോയ $4 ഉള്ളിലാണ് ഈ പറയുന്ന വ്യൂസ് കിട്ടുക. 1.5-2 ലക്ഷം വ്യൂസ് കിട്ടിയിട്ട് വന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതേ പ്രശ്നം തന്നെ ബിജു ബ്രോയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് പറഞ്ഞ കാര്യം വളരെ സത്യമായിരിക്കും. കാരണം ഒരു മാസം 50,000 തികച്ചു പോലും കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരാശരി കണക്ക് പറയുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ഒരു RPM എന്ന് പറയുന്നത് 0.30 ആണ് സാധാരണ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവർ കിട്ടുക. ചില ആളുകൾക്ക് അതിൽ കൂടുതൽ കിട്ടും. എന്നാലും നമുക്ക് ശരാശരി കണക്ക് പിടിക്കുന്നത് കൊണ്ട് ഒരു 0.30 എന്ന് പറയുന്നത് പിടിക്കുക. അത് 1000 വ്യൂസിനാണ് ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം വ്യൂസ് വന്നാൽ ഒരാൾക്ക് കിട്ടാവുന്ന തുക എന്ന് പറയുന്നത് $30 ആണ്. ഈ $30 എന്ന് പറയുമ്പോൾ ബിജു ബ്രോ ചെയ്ത പോലെ ഇപ്പോൾ ഒരു മാസം മുഴുവനായിട്ടും നമ്മൾ വീഡിയോ ഇടുന്നു വിചാരിക്കാം. ഇതിൽ ഈ കണക്കിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. കാരണം നമ്മൾ പറയുന്നത് പോലെയല്ല റവന്യൂ വരിക. 1 ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടി വരും. എന്നാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രൂപം പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിജു ബ്രോയുടെ കാര്യത്തിൽ മൂപ്പര് 30 വീഡിയോ ഇട്ടാൽ 30 വീഡിയോക്ക് 1 ലക്ഷം വ്യൂസ് വന്നെങ്കിൽ നമുക്ക് എത്ര പൈസ കൂട്ടാം? 30 ഇൻറ്റു ഈ 30 കൂട്ടിക്കഴിഞ്ഞാൽ ഒരു $900. ഈ $900 നമുക്ക് കുറച്ച് കൂടി കൂട്ടിയിട്ട് ഒരു 1000-ഓ 1500 ആക്കി കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ $2000 ആക്കിയാൽ പോലും നമുക്ക് 80,000 രൂപയാണ് ഒരു $1000 നമുക്ക് ശരാശരി കണക്കൂട്ടാൻ പറ്റുന്നത്. ശരാശരി ഒരു മാസത്തെ റവന്യൂ ബിജു ബ്രോവിൻ്റെത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1.5 ലക്ഷം കണക്കാക്കാം. അപ്പോൾ മൂപ്പര് പറഞ്ഞത് സത്യമാവാനാണ് സാധ്യത. കാരണം ഈ 1.5 ലക്ഷം രൂപയൊന്നും ഈ സബ് കൗണ്ടിന് ഒരു പൈസയേ അല്ല. കാരണം 50 മില്യൺ സബ്ബാണുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നാൽ നേരെ നമ്മൾ മറ്റ് യൂട്യൂബേഴ്സിനെ നോക്കുമ്പോൾ ഇപ്പോൾ ഷസാം ബ്രോ, അതുപോലെ ഫിറോസ് ഖാനെയും, അതുപോലെ M4 ടെക്കിനെയൊക്കെ നോക്കുന്ന സമയത്ത്, ഇതുപോലെ കുറച്ച് നല്ല നല്ല ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നോക്കുന്ന സമയത്ത് അവർക്ക് 1-2 ലക്ഷം സബ്, അല്ലെങ്കിൽ ഒരു 1 മില്യൻ്റെ ഉള്ളിലുള്ള സബ്ബുള്ള ആളുകൾക്ക് മാസം ഇതുപോലെ ഈ 1.5 ലക്ഷത്തിന് മുകളിൽ കിട്ടുന്നവരുണ്ട്, 1 ലക്ഷം കിട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ 5-6 ലക്ഷം കിട്ടുന്നവരുണ്ട്. ഇതാണ് പറയുന്നത്. ബിജു ബ്രോ പറയുന്നത് വളരെ സത്യമാവാനാണ് സാധ്യത. കാരണം മൂപ്പരുടെ സബ് കൗണ്ടും
റവന്യൂ തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ 1,00,000 വന്നിട്ട് എന്തുകൊണ്ടാണ് വെറും $3 അല്ലെങ്കിൽ $4 കിട്ടിയത്? ഇത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. അതായത് നമ്മളൊക്കെ നാളെ വലിയ യൂട്യൂബർ ആവാൻ പോകുന്ന ആൾക്കാരാണ് ഈ കാണുന്ന ആൾക്കാരൊക്കെ. ഇന്നത്തെ ഒന്നും നോക്കണ്ട. നാളെ എന്തായാലും വലിയ യൂട്യൂബേഴ്സ് ആവും നിങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മോണിറ്റൈസേഷൻ ആയ ശേഷമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോസിന് കൃത്യമായിട്ട് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ മലയാളം മാത്രം ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത്. അതായത് മലയാളം മാത്രമായി എഴുതി കൊടുക്കരുത്. മലയാളവും ഇംഗ്ലീഷും ചാനലിൻ്റെ പേരും എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് പേര് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുക. അതായത് ഫാമിലി വ്ളോഗാണ്, അല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആണ്, അങ്ങനെ പല കാറ്റഗറി മീൻസ് എന്തെല്ലോ കൊടുക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഫാമിലി വ്ളോഗാണെങ്കിൽ അത് എൻ്റർടൈൻമെൻറ്റ് കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കീവേഡ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ടാഗ് ഇതൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇത് ഇന്ന വീഡിയോ ആണ്, ഈ വീഡിയോന് ഏത് തരത്തിലുള്ള ആഡാണ് പ്ലേ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അതെന്താണ് അങ്ങനെ? ഇൻഷുറൻസ്, ബിസിനസ്, അതുപോലെ മണി മേക്കിംഗ്, അതുപോലെയുള്ള ഫിനാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിഷുകൾക്ക് ഭയങ്കര കൂടുതലാണ് RPM കിട്ടുന്നത്. അപ്പോൾ ആ ഒരു നിഷുകൾക്ക് ഇടുന്ന ആഡ് പ്ലേസ്മെൻ്റ് അല്ല നമ്മൾ എൻ്റർടൈൻമെൻറ്റ് സെഷനിലും ഫാമിലി വ്ളോഗിന് ഇടുന്നത്. ഫാമിലി വ്ളോഗിനും മറ്റൊക്കെ ജനറൽ ആയിട്ടുള്ള എല്ലാത്തിനും കുത്തിക്കയറ്റി അയക്കാൻ പറ്റുന്ന കുറേ പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ പരസ്യം, അതുപോലെ ചെറിയ പ്രൊഡക്റ്റുകളുടെ പരസ്യം, അങ്ങനെയൊക്കെ എല്ലാത്തിലും കോമൺ ആയിട്ട് അയക്കാൻ പറ്റുന്ന കുറഞ്ഞ ബിഡ് റേറ്റുള്ള പരസ്യങ്ങളാണ് യൂട്യൂബ് കയറ്റി വിടുക. അതാണ് ഈ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വ്യത്യാസം അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേക നിശ്ചയിൽ നമ്മൾ ടോപ്പിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഫിനാൻസിൽ നിശ്ചയ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ 1,00,000 വ്യൂസ് വന്നാൽ അത് തന്നെ ഒരു 50, 60, 70 അല്ലെങ്കിൽ $1 വരെ ചിലപ്പോൾ RPM കിട്ടും. അപ്പോൾ അവരുടെ എമൗണ്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ ബിജു ബ്രോവിനേക്കാൾ എത്രയോ ഹൈ ലെവലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ നിങ്ങൾക്ക് സബ് കൗണ്ട് കുറഞ്ഞത് കൊണ്ടോ മറ്റൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സബ് കൗണ്ട് ഒന്നും വിഷയമല്ല. നല്ല ടോപ്പിക് ആണെങ്കിലും ഇതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 50,000, 1,00,000 വ്യൂസ് വരുമ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ബിജു ബ്രോ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അത് മിസ്റ്റേക്ക് ആണ് എന്ന് എനിക്ക് സ്ഥാപിക്കാനൊന്നും പറ്റില്ല. കാരണം അത് ഓരോരാളുടെ താല്പര്യമാണ്. പക്ഷേ എന്നാലും ഞാൻ പറയാണ്, മൂപ്പരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറയാണ്, മൂപ്പർക്ക് കുറച്ചുകൂടി ബ്രാൻഡ് ഡീൽസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് തികച്ചും ഒരാളുടെ വ്യക്തി താല്പര്യമാണ്. എന്നാൽ പോലും ബ്രാൻഡ് ഡീൽസ് ചെയ്യാം. കാരണം ബ്രാൻഡ് ഡീൽസ് എന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങളുടെയും മറ്റൊക്കെ പരസ്യങ്ങൾ, അതുപോലെ പ്രൊഡക്റ്റുകളുടെ പരസ്യങ്ങൾ, അതൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അതിനൊരു കുറച്ച് വരുമാനമെങ്കിലും മാസം കിട്ടും. മൂപ്പര് ഒരു 50 മില്യൺ സബ്ബൊക്കെ ഉള്ള ആളായതുകൊണ്ട് എന്തായാലും ബ്രാൻഡ് ഡീൽസ് കിട്ടും. അതുപോലെ പരസ്യങ്ങളും മറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം മോശമില്ലാത്ത യൂട്യൂബിനേക്കാളും വരുമാനം അതിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഭാവിയിൽ ചെയ്യുമായിരിക്കും, ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ആൾ നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുക വരുമാനം എന്ന രീതിയിലേക്ക് പോകും. എന്നാൽ ഇപ്പം തീരെ കിട്ടുന്നില്ല എന്നല്ല, ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നാൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിലേക്ക് വരും. എന്തായാലും മൂപ്പര് അങ്ങനെ ഭാവിയിലാവട്ടെ എന്ന് ആണ് ആഗ്രഹിക്കുന്നത്. നമുക്കും ഇതുപോലെ ബ്രാൻഡ് ഡീൽസ് ഒക്കെ കിട്ടും. നമുക്ക് അങ്ങനെ വലിയ സബ്ബൊന്നും വേണ്ട, 1,00,000 ഒന്നും വേണ്ട, 50,000 സബ്ബ് ഒക്കെ ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ ബ്രാൻഡ് ഡീൽസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ ലക്ഷങ്ങളൊന്നും കിട്ടില്ല. നമുക്കൊരു 5,000, 6,000 ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ അത് ആയപ്പോലും നമുക്കൊരു 5, 6 വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന പൈസ കിട്ടും. പിന്നെ 1000 സബ്ബ് കഴിഞ്ഞവർക്ക് ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ചില പരിപാടികളുണ്ട്. അത് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കുറേ ലെങ്ത് ആവും വീഡിയോ. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും പറയും. അത് ഞാൻ കാര്യം പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളത്. കുറേ ആളുകൾക്ക് അത് ഉപകാരപ്പെടും. എനിക്ക് നിലവിൽ പ്രധാനമായിട്ട് 3 യൂട്യൂബ് ചാനലാണുള്ളത്. ഇതിൽ 2 മോണിറ്റൈസേഷനായി, 1 നിങ്ങൾ ഈ കാണുന്ന ചാനലാണ്. അപ്പം ഞാൻ ഈ 3 യൂട്യൂബ് ചാനലിൽ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജീസ് ഉണ്ട്. അതുപോലെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സക്സസ് ആവാനുള്ള ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൂടി അത് സക്സസ് ആക്കണം. പക്ഷേ അത് ഒരു മെൻറ്ററിങ് പോലെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന പോലെ പറഞ്ഞു തന്നാൽ മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. അതായത് ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞാലൊന്നും അതാവില്ല. അപ്പോൾ ഓരോന്നും നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതൊരു ഫീസ് വാങ്ങിച്ചിട്ടാണ്, പക്ഷേ ചെറിയൊരു ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. അതിൽ തമ്പനയിലും അതുപോലെ വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്
സക്സസ്സിലേക്ക് എങ്ങനെ പോകണം എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ വീഡിയോ ചെയ്യാൻ റെഡിയാണെങ്കിൽ സക്സസ് ആവുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.